بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഇഹ്യാഉ ഉലൂമുദ്ദീൻ അതിലെ ലൈവ് ക്ലാസ്സിലെ രണ്ടാമത്തെ സെഷനാണ്. എല്ലാ വെള്ളിയാഴ്ചയാണ് ക്ലാസ് നടക്കുന്നതെന്ന് നമുക്കറിയാം. ഇന്ന് രണ്ടാമത്തെ ക്ലാസ് ആണ്. നമ്മുടെ പരാമർശിക്കുന്ന ഭാഗം നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ ലൈവ് കണ്ടിട്ടതിന്റെ ബാക്കിയാണ് എല്ലാവരും കാണുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. റിപ്പോർട്ടുകളിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളിൽ ചില അമ്പിയാക്കൾക്ക് നിർദ്ദേശം നൽകി. അമ്മാ സുഹുദുക ഫിദ്ദുനിയ ഫഖദ് തഅജ്ജലത്തിർ റാഹ. സുഹുദ്, നിങ്ങൾ ദുനിയാവിൽ സുഹുദ് കാണിക്കുക, അതിന്റെ റാഹത്ത് നിങ്ങൾക്ക് അപ്പപ്പോ കിട്ടുന്നുണ്ട്. സുഹുദ് എന്ന് പറഞ്ഞാൽ വലിയ റാഹത്തുള്ള സംഭവമാണ്. സുഹുദ് എന്ന് പറഞ്ഞാൽ ഫഖദുൻ അലാഖത്ത ഖൽബിക, മനസ്സ് എപ്പോഴും ഈ കേവല ആവശ്യങ്ങൾ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമായി മാറിയാൽ, ലക്ഷ്യത്തിലേക്കുള്ള ആവശ്യങ്ങൾ ജീവിതത്തിന്റെ പ്രധാന ഭാഗമായി മാറിയാൽ അതൊരു ഭയങ്കര അസുഖാണത്, അസൗഖ്യമാണ്, സൗഖ്യമില്ലായ്മയാണത്. അതേസമയത്ത് യഥാർത്ഥ ലക്ഷ്യം ഉണ്ടാവുകയും ലക്ഷ്യത്തിന് വേണ്ടി വഴികൾ ഉണ്ടാവുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരാൾ ലൈഫിൽ ജീവിക്കുന്നത് എന്തിനാ? ജോലി കിട്ടാനാണ് ജീവിക്കുന്നത്. അങ്ങനെ ആയാൽ അയാൾ ഭയങ്കര കാര്യമായിട്ട് ജോലിയെ കാണും. പക്ഷെ ജോലി ചെയ്യുന്നത് എന്തിനാണ്? ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ജീവിതം മറ്റൊന്നുണ്ടാകണം, ജീവിതത്തിൽ മീനിങ് ഫുൾ ആയ ഒരു ലൈഫ് ഉണ്ടാകണം. അതില്ലെങ്കിൽ പിന്നെ എന്താ പ്രയാസം? ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പോ സുഹൃദ് അത് ഭയങ്കര റാഹത്തുള്ളതാണ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, വലിയ ഉലമാ, അവർ വലിയ ബുദ്ധിയുള്ളവരാണ്. അവരാണ് ശരിക്കും ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അനുഭവിക്കുന്നത്. എന്തിനാ ജീവിക്കുന്നത്? ഞാൻ എന്നെ കണ്ടെത്തുക, എന്നെ ഈ ലോകത്ത് ഇതുപോലെ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഞാൻ എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഒരു പാർട്ടാണ്, ഈ പ്രപഞ്ചത്തിലെ ഒരു ഭാഗമാണ്. അപ്പൊ ഈ പ്രപഞ്ചം, ഞാൻ, ഇത് എവിടെ നിന്നുണ്ടായി? ആരാണ് ഇതിന്റെ രൂപകൽപ്പനയുടെ പിന്നിൽ? എനിക്കെന്തായാലും ഞാൻ ഇതിന്റെ രൂപകൽപ്പനയിൽ പിന്നിൽ, എന്റെ ഭംഗി ഞാൻ തീരുമാനിച്ചതല്ല. എന്റെ ജെൻഡർ, എന്റെ ഓരോ ഓർഗൻസ്, ഇതൊന്നും, എന്റെ അവയവങ്ങൾ, ഇതൊന്നും ഞാൻ തീരുമാനിച്ചതല്ല. ഇതിന്റെ ഷേപ്പ്, അതിന്റെ യൂസേജ്, അതിന്റെ ഉപയോഗം, ഇതൊന്നും എന്റെ തീരുമാനമല്ലെങ്കിൽ ആ തീരുമാനം ഒരാൾക്ക് ഈ ലോകത്തുണ്ട് എന്നത് കണ്ടെത്തുക എന്നത് ഒരു മനുഷ്യന്റെ ലൈഫിൽ ഏറ്റവും സുഖമുള്ള, ഏറ്റവും മീനിങ് ഫുൾ ആകുന്ന ഒരു ഏർപ്പാടാണ്. അതിനു വേണ്ടി ജീവിക്കുകയും അത് ജീവിതത്തിൽ സാധൂകരിക്കുകയും അങ്ങനെ ജീവിക്കാനുള്ള വഴികളിൽ ഒന്നായി മറ്റു ജീവിത ആവശ്യങ്ങളെ കാണാനും പറ്റുകയാണ് ജീവിതം റെഡിയാകുന്നത്. അതാണ് സുഹൃദ്. അപ്പൊ ആ സുഹൃദ് ജലത്തിൽ റാഹത്തായല്ലോ, നടന്നല്ലോ. എന്നാൽ ഇലയ്യ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് എന്നെ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നിലേക്ക് മുറിഞ്ഞിറങ്ങുന്നത്, അതും നിങ്ങൾക്ക് അപ്പൊ തന്നെ അതിന്റെ സുഖം കിട്ടി. കാരണം അത് വലിയ ഇസ്സത്താണ്. ഒരാൾ അള്ളാഹുവിന്റെ ആളാവുക, സ്രഷ്ടാവിന്റെ ആളാവുക, അത് വലിയ ഭാഗ്യമാണ്, വലിയൊരു സുഖമാണ്, വലിയൊരു അന്തസ്സാണ്, ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ്, വലിയ സ്റ്റാറ്റസ് ആണത്. അതും അപ്പൊ കിട്ടിയല്ലോ, താസ്തബിയ, അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ സ്റ്റാൻഡേർഡ് കിട്ടി. വലാകിൻ ഹൽ ആദൈത ഫിയ അദുവൻ ഔ ഹൽ വാലൈത ഫിയ വലിയൻ. പക്ഷെ ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? നിങ്ങൾക്ക് എന്റെ വഴിയിൽ ഒരാളോട് ശത്രുത കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്റെ വഴിയിൽ ഒരാളോട് സ്നേഹം കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ? അവൻ എന്റെ ആളല്ലാത്തതിന്റെ പേരിൽ മാറി നിൽക്കാൻ, അവൻ എന്റെ ആളായതിന്റെ പേരിൽ കൂടെ കൂടാൻ പറ്റിയിട്ടുണ്ടോ? അതൊരു വലിയ സംഭവമാണ്. ഒരു മനുഷ്യൻ പ്യൂറാകുന്നത്, പ്യൂരിഫിക്കേഷൻ, മുത്തഹറാകുന്നത്, ശുദ്ധീകരിക്കപ്പെട്ടവനാകുന്നത് എപ്പോഴാണ്? അള്ളാഹുവിന്റെ വഴിയിൽ ഒരാൾ ശത്രു ഉണ്ടാവുക, അതായത് ഒരു അള്ളാഹുവിന്റെ വഴിയിൽ മോശപ്പെട്ടവനാണെങ്കിൽ അവന്റെ അടുത്തുനിന്ന് വിട്ടു നിൽക്കാൻ പറ്റണം. ഒരാൾ അള്ളാഹുവിന്റെ ആളാണെങ്കിൽ കൂടെ കൂടാൻ പറ്റണം. ഇത് രണ്ടും ആകുമ്പോഴാണ് അത് കാര്യമാകുന്നത്. അപ്പോഴാണ് ഒരാൾ പ്യൂരിഫൈഡ് ആകുന്നത്.
ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസിലൊക്കെ കാണാം, അല്ലാഹുമ്മ ലാ തജ്അൽ ലിഫാജിരിൻ അലയ്യ മിന്നതൻ, അല്ലാഹുവേ നീ ഒരു ഫാജിറായ മനുഷ്യന്, ഒരു തമ്മാടിയായ മനുഷ്യന് എന്നിൽ ഔദാര്യം സ്ഥാപിക്കരുതേ. ഫതർസുഖഹു മിന്നി മഹബ്ബത്തൻ, എനിക്കൊരു തമ്മാടിയോട് സ്നേഹം നൽകേണ്ട ഒരവസ്ഥ തരരുതേ അല്ലാഹ്. ഇത് വലിയൊരു സംഭവമാണ്, വിധങ്ങളെ ദുആ ആണ്. ഇത് ലൈഫിൽ എപ്പോഴും സൂക്ഷിക്കപ്പെടേണ്ട, എല്ലാ അർത്ഥത്തിലും എല്ലായിടത്തും ആവശ്യമുള്ള സംഭവമാണ്. വയുർവ അന്നല്ലാഹ തആല ഔഹ ഇലാ ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു വഹ്യ് നൽകി. എന്നിട്ട് പറഞ്ഞു, ലൗ അന്നക അബദ്തനി ബിഇബാദത്തി അഹ്ലി സമാവാതി വൽ അർളി, നിങ്ങള് എന്നെ ഇബാദത്ത് ചെയ്യാണ്, ആകാശങ്ങളിലും ഭൂമിയിലുള്ള എല്ലാവരുടെ ഇബാദത്ത് നിങ്ങൾ ചെയ്യാണ്. അങ്ങനെ ചെയ്താൽ വഹുബ്ബിൻ ഫില്ലാഹി ലൈസ, അള്ളാഹുവിന്റെ ഹുബില്ല, വബുഗ്ദിൻ ഫില്ലാഹി ലൈസ, അള്ളാഹുവിന്റെ വഴിയിലും കോപവുമില്ല. അങ്ങനെയാണെങ്കിൽ മാ അഗ്നാ അൻക ദാലിക ശൈആ, അങ്ങേക്ക് അത് ഒരു ഉപകാരവും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളെ ഇബാദത്തിനൊരു പ്രസക്തിയുമില്ല. ഇബാദത്തിന് പ്രസക്തി ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ആരെ പാർട്ടി, ആരെ കക്ഷിയാണ് എന്നത് വിഷയം തന്നെയാണ്. അതും കൂടി ആകണം, അള്ളാഹുവിന്റെ കക്ഷിയാകണം. അപ്പോഴാണ് ഒരു മനുഷ്യൻ ലൈഫിൽ നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾക്ക് പകർന്നു കൊടുക്കേണ്ട, നമുക്ക് കിട്ടേണ്ട, നമ്മുടെ മകൾക്കൊക്കെ പകർന്നു കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് എന്ത്, നമ്മൾ ആരുടെ ആളാണ്. അപ്പൊ പിന്നെ തല വൃത്തികേടാവൂല. ഇപ്പൊ കുട്ടികളൊക്കെ തല വൃത്തികേടായി വളരെ വഷളാകുന്നത്, ഡ്രസ്സും കീറിയ ഡ്രസ്സ് ഇടേണ്ടി വരുന്ന വഷളാകുന്നത്, ഒരു സ്ത്രീക്ക് സ്ത്രീത്വം സ്ത്രീത്വം സംരക്ഷിച്ച് ജീവിക്കാൻ പറ്റാത്തത്, പുരുഷന് ഒരു ആൺകുട്ടിക്ക് അവന്റെ ആ ഇത് സംരക്ഷിച്ച്, അവൻ്റെതായ സ്വത്വം സംരക്ഷിച്ച് ജീവിക്കാൻ പറ്റാത്തതൊക്കെ ആർക്കോ വേണ്ടി അടിമപ്പെട്ട് അങ്ങനെ എന്തൊക്കെയോ ആഭാസങ്ങൾക്ക് വിധേയരായി ജീവിക്കേണ്ടി വരുന്നതൊക്കെ ഈ സാധനം ഇല്ലാത്തതുകൊണ്ട്. ഞാൻ അള്ളാഹുവിന്റെ കക്ഷിയാകുക, അപ്പോഴാണ് ജീവിതത്തിൽ സുഖം കിട്ടുന്നത്. അല്ലെ, സുഖമല്ല, എന്ത് സുഖത്തിന് വേണ്ടി ചെയ്താലും തൊട്ടടുത്ത നിമിഷം അത് ഔട്ട് ഓഫ് ഫാഷൻ ആകുക. ഇപ്പൊ ആഭാസങ്ങൾ കൂടുന്നതിന്, ഇപ്പൊ കല്യാണങ്ങളിലൊക്കെ ആഭാസം കൂടുന്ന എങ്ങനെ, കല്യാണത്തിലൊന്നും അവർക്ക് സുഖം കിട്ടുന്നില്ല, ഒരു ആചാരത്തിൽ അവർക്ക് സുഖം കിട്ടുന്നില്ല. എന്താ കാരണം? അവൻ ഒരു ആരുടെ ആളാണ് എന്നുള്ളത് തിരിച്ചറിയുന്നില്ല. അപ്പൊ പിന്നെ കണ്ട ചപ്പുചവറുകളുടെ ഒക്കെ ആളായി മാറേണ്ടി വരികയാണ്. ആരുടെയൊക്കെയോ ആളാകാൻ നിർബന്ധിതരാവുകയാണ്. ഈ നിർബന്ധിതരാകുന്നത് ഈ ഒരു സംഗതി ഇല്ലാതെ പോയത് കൊണ്ടാണ്. ഫഖാല ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് കാണാം, തഹബ്ബബു ഇലല്ലാഹി ബിബുഗ്ദി അഹ്ലിൽ മആസി, നിങ്ങൾ അള്ളാഹുവിനോട് സ്നേഹം കാണിക്കണം. എങ്ങനെ? ബിബുഗ്ദി അഹ്ലിൽ മആസി, തെറ്റുകാരോട് നിങ്ങൾക്കൊരു അലോസരം ഉണ്ടാകും. അവർ ഒരു തെറ്റിന്റെ വക്താക്കൾ, കുറ്റങ്ങളുടെ വക്താക്കൾ എന്ന രീതിയിൽ അവരോട് നിങ്ങൾക്ക് അലോസരം ഉണ്ടാകും. അള്ളാഹുവിലേക്ക് നിങ്ങൾ അടക്കേണ്ടത് എങ്ങനെയാണ്? ബിത്തബാഉദ് മിൻഹും, അവരെ കൂടെ കൂടരുത്, അവരോട് അകന്നു നിൽക്കണം. വൽതമിസൂ റിളല്ലാഹി ബിസുഖ്തിഹിം, വൽതമിസൂ റിളല്ലാഹി, നിങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തി തേടണം. ബിസുഖ്തിഹിം, ഇവരോട് നിങ്ങൾ വെറുപ്പ് വെച്ചിട്ടാണ് അള്ളാഹുവിനോട് തൃപ്തി തേടേണ്ടത്. ഖാലു, അവർ ചോദിച്ചു, യാ റൂഹല്ലാഹി ഫമൻ നുജാലിസ്, ഈസാ നബി അലൈഹി സ്വലാമിന് പറയാ, റൂഹുല്ലാ, ഈസാ നബിയെ, ഫമൻ നുജാലിസ്, നമ്മൾ ആരോടാ പിന്നെ കൂട്ടുകൂടേണ്ടത്? ഖാല ജാലിസൂ മൻ തുദക്കിറുക്കുമുല്ലാഹു റുഇയതുഹു, തുദക്കിറുക്കുമുല്ലാഹ റുഇയതുഹു, ആരെ കൂടെ കൂടണം? ആ ആളെ കണ്ടാൽ നിങ്ങൾക്ക് അള്ളാഹുവിന് ഓർമ്മ വരും, അവരെ കൂടെ കൂടും. വമൻ യസീദു ഫീ അമലിക്കും കലാമുഹു, നിങ്ങളെ അമല് കൂടണം അവരെ സംസാരം കേട്ടാൽ, അവരെ സംസാരം കേട്ടാൽ നിങ്ങളെ അമല് കൂടണം. വമൻ യുറഗിബുക്കും ഫിൽ ആഖിറത്തി അമലുഹു,
അവരെ പ്രവർത്തനം കാരണം നിങ്ങൾക്ക് ആഖിറത്തിനോടൊരു കൊതി വരണം. യഥാർത്ഥ ജീവിതം ആഖിറാണല്ലോ. അതിനോടൊരു കൊതി വരണം. ദുനിയാവ് ഇപ്പൊ തീരും. ഇവിടെ ഭക്ഷണം കഴിച്ചാൽ ഭയങ്കര സുഖമാണ്, പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആയി മാറും, അത് മാലിന്യമായി മാറും. ഇവിടെ ലൈംഗിക സുഖമുണ്ട്, പക്ഷെ കുറച്ചു കഴിയുമ്പോൾ കുറെ ഭാരങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. ഇവിടെ വീടുണ്ടാകും, പക്ഷെ ആ വീട് ഒരു നാള് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇവിടെ യുവത്വം ഉണ്ടാകും, പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ വാർദ്ധക്യമാകും. ഇവിടെ ആരോഗ്യം ഉണ്ടാകും, കുറച്ചു കാലം കഴിയുമ്പോൾ രോഗമാകും. ഇവിടെ ധനികനാകും, പക്ഷെ എത്ര ധനമുണ്ടോ അതിനനുസരിച്ച് സങ്കടവും ടെൻഷനും ബേജാറും വെപ്രാളവും ഉണ്ടാകും. ഇവിടെ വലിയ പ്രശസ്തി ഉണ്ടാകും, പ്രശസ്തിക്കനുസരിച്ച് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. അങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ദുനിയാവെല്ലാം അങ്ങനെയാണ്. പിന്നെ ആഖിറമാണ് മുതൽ. അവിടെ എല്ലാം പോസിറ്റീവ് മാത്രം. ഭക്ഷണം കഴിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വേസ്റ്റ് ആകൂല, ദുർഗന്ധം ഉണ്ടാവില്ല. അവിടെ എല്ലാം സുഗന്ധം മാത്രം. അവിടെ ഒന്നും നഷ്ടപ്പെടുന്നില്ല. യുവത്വം നഷ്ടപ്പെട്ട് വാർദ്ധക്യം വരുന്നില്ല, ആരോഗ്യം മാറി രോഗമാകുന്നില്ല. ഭയങ്കര സുഖം. അപ്പൊ അത് ആ ഒരു ലോകം ഓർമ്മ വരണം, അതിനോട് ആഗ്രഹം വരണം. ഒന്നുമല്ലാത്ത ദുനിയാവിനോട് ആഗ്രഹം വന്ന് ഇങ്ങനെ നശിച്ചു പോകുന്ന ഒരവസ്ഥ അതില്ലാതിരിക്കാൻ റുവിയ ഫിൽ അഖ്ബാരി സാലിഫത്തി, കഴിഞ്ഞകാല ആസാറുകളിലൊക്കെ കാണാം, അന്നല്ലാഹ അസ്സ വജല്ല ഔഹാ ഇലാ മൂസ അലൈഹിസ്സലാം, അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിന് നിർദ്ദേശം കൊടുത്തു, ഇബ്നു ഇമ്രാൻ കുൻ യഖ്ലാനൻ വർത്തദ്ദ ലിനഫ്സിക ഇഖ്വാന, നിങ്ങൾ നല്ല ഉണർന്നിരിക്കണം, ഉറങ്ങരുത്. നിങ്ങൾക്ക് കൂട്ടുകാരെ കണ്ടെത്തണം. വകുല്ലു ഖദനിൻ വസാഹിബിൻ ലാ യുആസിറുക അലയ്യ മസബ്ബത്തി ഫഹുവ ലക അദുവ്വുൻ. നിങ്ങൾക്ക് ഒരു കൂട്ടുകാരൻ ഉണ്ടായിട്ട് ആ കൂട്ടുകാരൻ എന്റെ സന്തോഷത്തിന് കാരണമാകുന്നില്ലെങ്കിൽ അത് നിങ്ങളെ ശത്രുവാണ്. ഒരു കൂട്ടുകാരനുണ്ട്, ആ കൂട്ടുകാരനും നിങ്ങളും തമ്മിൽ കൂട്ടുകൂടുന്നുണ്ട് എങ്കിൽ അത് വകയിൽ നിങ്ങൾക്ക് എന്തുകൂടി ഉണ്ടാകണം? നിങ്ങൾക്ക് അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ സന്തോഷവും കിട്ടും. അല്ലെ അവൻ നിങ്ങളെ ശത്രുവാണ്. ഒരാളോട് കൂട്ടുകൂടിയിട്ട് ആ വകയിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്നില്ലെങ്കിൽ ഭയങ്കര കൊട്ട് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. മാഷാ അള്ളാഹ്, അള്ളാഹു ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരുടെ കൂടെ കൂടുമ്പോഴും ആ കൂടെ കൂടിയ വകയിൽ എനിക്ക് ആഖിറത്തിൽ ഉപകാരം കിട്ടണം, അള്ളാഹുവിന്റെ സന്തോഷം കിട്ടണം. അപ്പോഴാണ് അത് നമ്മുടെ കൂട്ടുകാരനാകുന്നത്. അല്ലെങ്കിൽ അത് കൂട്ടുകാരനല്ല. പ്രണയിക്കുന്നു, പ്രണയത്തിന്റെ പേരിൽ ഹറാമുകൾ ചെയ്തിട്ടാണ് ഒരാള് പ്രണയത്തെ സെറ്റ് ചെയ്യുന്നത്. പ്രണയം എന്നത് സത്യത്തിൽ സ്നേഹമല്ല. പ്രണയം ഒരു സാങ്കേതിക പ്രയോഗമാണ്. ജലദോഷം എന്നൊക്കെ പറയും പോലെ ജലദോഷം ഒരു സാങ്കേതിക പ്രയോഗമാണ്. നമ്മളെ അങ്ങാടിയിലുള്ള അഴുക്കുചാലിന് നമ്മൾ എന്ത് ചെയ്യാറില്ല, ജലദോഷം എന്ന് പറയാറില്ല. അത് ജലദോഷമാണ് ഭാഷാർത്ഥം. സാങ്കേതികമായി നമ്മൾ ജലദോഷം എന്ന് പറയാം. ഇതുപോലെ നമുക്ക് ഒരു സത്യത്തിൽ ഒരാള് നമ്മുടെ കൂട്ടുകാരനാകുന്നത്, പ്രണയമാകുന്നത് എപ്പോഴാണ്, പ്രണയം സ്നേഹമാകുന്നത് എപ്പോഴാണ്? അത് നമുക്ക് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ വഴിയിൽ അതൊരു സൃഷ്ടാവിന്റെ സന്തോഷത്തിന് കാരണമാകും. അറ്റ്ലീസ്റ്റ് നമ്മുടെ പാരൻസിന്റെ സന്തോഷത്തിനെങ്കിലും കാരണമാകും. അല്ലെങ്കിൽ അതെങ്ങനെയാണ് സ്നേഹം എന്ന് പറയുന്നത്? സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നത്, കോട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നതല്ല. നമ്മളെയും നമ്മളെ അറൗണ്ടസിലുള്ളവരെയും നശിപ്പിക്കുന്ന, തകർക്കുന്ന, ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, അവരുടെ ലൈഫ് ഡിസോർഡർ ആക്കുന്ന അത്തരം സാധനം സ്നേഹം എന്ന് പറയില്ല. അതൊരു തരം ചാബല്യമാണ്. അപ്പോ മുസാ നബി അലൈഹി സ്വലാമിനോട് പറയുന്നു, അതാണ് കൂട്ടുകാരൻ. അല്ലാഹു തആല ഇലാ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്ത നിർദ്ദേശം, ഫഖാല യാ ദാവൂദ് മാലി അറാക മുൻതബിദൻ വഹീദാ. എന്താ ഇതെന്ന് നിങ്ങളെങ്ങനെ ഒറ്റക്ക് കാണുന്നത് എന്താണ്? ഖാല ഇലാഹി ഖലൈതുൽ ഖൽഖ മിൻ അജ്ലിക, നിന്റെ കാരണത്താൽ ഞാൻ സൃഷ്ടികളിൽ നിന്നകന്നു. ഫഖാല യാ ദാവൂദ് കുൻ യഖ്ലാനൻ വർതദ്ദ ലിനഫ്സിക അഖ്ദാനാ വകുല്ലു ഖദനിൻ ലാ യുവാഫിഖു അലയ്യ മസറത്തി ഫലാ തുസാഹിബുകു. നിങ്ങൾ ഉണർന്നിരിക്കണം, നിങ്ങൾക്ക് നിങ്ങൾ കൂട്ടുകാരെ കണ്ടെത്തണം. പക്ഷേ നിങ്ങളുടെ ഏത് കൂട്ടുകാരനും
എന്റെ സന്തോഷത്തിന് കാരണമാകണം. ഇല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കൂട്ടുകൂടരുത്. ഫൈന്നഹു ലകഅദൂൻ, കാരണം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സന്തോഷം നേടിത്തരാത്ത ഒരു കൂട്ടുകാരൻ, അവൻ നിങ്ങളെ ശത്രുവാണ്. യുഖ്സി ഖൽബക വയുബായിദുക മിന്നീ, നിങ്ങളുടെ മനസ്സ് അത് കട്ടിയുള്ളതാക്കി കളയും. മനസ്സെപ്പോഴും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിടന്നാലേ മനസ്സുകൊണ്ട് ഉപകാരമുള്ളൂ. അത് കട്ടിയായി പോയാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അള്ളാഹുവിൽ നിന്ന് അകലാൻ അത് കാരണമാണ്. ഫി അഖ്ബാരി ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ ആസാറിൽ കാണാം, അന്നഹു ഖാല യാ റബ്ബി കൈഫ ലി യുഹിബ്ബനി നാസു കുല്ലുഹും വ അസ്ലമു ഫീമാ ബൈനി വ ബൈനക്. പടച്ചോനെ, എനിക്ക് എന്താണ് ഒരു മാർഗം, എന്താ വേണ്ടത്? യുഹിബ്ബനി നാസു കുല്ലു, എല്ലാവരും എന്നെ സ്നേഹിക്കണം. അസ്ലമു ഫീമാ ബൈനി വ ബൈനക്, ഞാനും നീയും തമ്മിലിട്ട് കുഴപ്പമുണ്ടാകുകയും ചെയ്യും, നമ്മൾ തമ്മിൽ റെഡി ആകുകയും ചെയ്യണം. എന്നിട്ട് ജനങ്ങൾക്കൊക്കെ എന്നോട് സ്നേഹമുണ്ട്. ഖാല ഖാലിഖിൻ നാസ ബി അഖ്ലാഖിഹിം വഅഹ്സിൻ ഫീമാ ബൈനി വ ബൈനക്, ജനങ്ങളോട് അവരുടെ ഖുലുഖിനനുസരിച്ച് പെരുമാറുക, എന്റെ വിഷയങ്ങളിൽ ഇഹ്സാന് ചെയ്യുകയും ചെയ്യുക. ഞാനും നീയും തമ്മിൽ ഇടയിലുള്ള വിഷയങ്ങളിൽ ഇഹ്സാന് ചെയ്യുക, ദാവൂദ് നബി അലൈഹി സ്വലാമിനോട്. വഫീ ബഅദിഹാ ഖാലിഖ് അഹ്ല ദുനിയ ബി അഖ്ലാഖി ദുനിയ, ദുനിയാവിന്റെ ആൾക്കാരോട് അഥവാ ജനങ്ങളോട് നിങ്ങൾ പെരുമാറേണ്ടത് ബി അഖ്ലാഖി ദുനിയ, ദുനിയാവിന്റെ ഖുലുഖ് അനുസരിച്ചാണ്. വഖാലിഖ് അഹ്ലൽ ആഖിറത്തി, ആഖിറത്തിന്റെ ആൾക്കാരോട് പെരുമാറണം ബി അഖ്ലാഖിൽ ആഖിറ, ആഖിറത്തിന്റെ ഖുലുഖ് അനുസരിച്ച്, സ്വഭാവം അനുസരിച്ച്. ഇൻഷാ അല്ലാഹ് ഇതെങ്ങനെയെന്ന് ശേഷം പ്രായോഗികമായി പ്രാക്ടിക്കൽ പറയുന്നു. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നാ അഹബ്ബക്കും ഇലല്ലാഹി അല്ലദീന യഅലഫൂന വയുഅലഫൂൻ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാരാ? ജനങ്ങളോട് ഇണങ്ങുന്നവർ, ജനങ്ങൾ അവരോട് ഇണങ്ങുന്നവർ. വഇന്ന അബ്ഗദക്കും ഇലല്ലാഹി, അള്ളാഹുവിന് ഏറ്റവും കോപമുള്ളവരാരാണ്? അൽ മശാഊന ബിൻ നമീമത്തി, നമീമത്ത് കൊണ്ട് നടക്കുന്നവരാണ്. ഒരുത്തന്റെ കുറ്റം മറ്റോടത്ത് പോയി പറയാ, അയാളുടെ കുറ്റം ഇപ്പുറം പോയും പറയാ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ കുറ്റവുമായി നടക്കുന്നവരാണ് അൽ മശാഊന ബിൻ നമീമ. അൽ മുഫർരിഖൂന ബൈനൽ ഇഖ്വാൻ, പരസ്പരം ഭിന്നിപ്പുണ്ടാക്കുന്നു. ഒരാളെ പറ്റി മറ്റൊരാളോട് മോശം പറഞ്ഞു കൊടുക്കുക, മറ്റൊരാളെ പറ്റി തിരിച്ചു മോശം പറയുക, ഭയങ്കര ഭവിഷ്യത്താണ്. ആ ഭവിഷ്യത്ത് ഒരു നാളും തീരൂല, അതിങ്ങനെ മുസൽസലായി വന്നുകൊണ്ട് പരമ്പരകളോളം വരും. വിദ്വേഷം, ഒരുപക്ഷെ കേരളത്തിലൊക്കെ ഉണ്ടായ ചില വലിയ സംഘടനാ ഭിന്നതകളുടെയൊക്കെ ഉറവിടം തേടിയാൽ ഒരു പക്ഷേ ചില അടുക്കളകളിൽ നിന്ന് തുടങ്ങുന്നതാകാം. അടുക്കളയിൽ നിന്ന് ഒരു ഭാര്യ, ഒരു നേതാവിന്റെ ഭാര്യ ഒരു നേതാവിനോട് പറയുന്നു അയാള് ശരിയില്ല, ഇയാളെ മനസ്സിലത് പതിഞ്ഞു, ഇയാളുടെ പിന്നീടുള്ള സമീപനത്തിൽ അത് പ്രതിഫലിച്ചു. അത് പ്രതിഫലിച്ചപ്പോ സംഘടന രണ്ടായി, അതിന്റെ പേരിൽ ഒരു സമൂഹം രണ്ടായി. ഇതിന്റെ ഭവിഷ്യത്ത് എവിടെയായി ചെന്ന് തീരുന്നത്? ഇനിയല്ല, രണ്ട് ഫാമിലികൾക്കിടയിൽ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു, ഒരു പെണ്ണ് പറയുന്നു അയാൾ ശരിയില്ല, അതോടൊപ്പം അവർ ജ്യേഷ്ഠനും അനുജനും തെറ്റുന്നു, അവരുടെ മക്കള് തമ്മിൽ തെറ്റുന്നു. അങ്ങനെ ഒരു കുടുംബത്തിൽ പരമ്പരകളോളം വിദ്വേഷമുള്ളവരായി മാറും. അത്ര ഭവിഷ്യത്തുള്ളതാണ് ഈ നമീമത്ത് എന്ന് പറയുന്നത്. കുറ്റം പറച്ചിൽ, ഒരാളുടെയും നെഗറ്റീവ് പറയാൻ പാടില്ല, ഭയങ്കര തെറ്റാണ്, ഭയങ്കര ഭവിഷ്യത്താണ്. അൽ മുഫർരിഖൂന ബൈനൽ ഇഖ്വാൻ, പരസ്പരം സുഹൃത്തുക്കൾ തമ്മിൽ തെറ്റിക്കുന്നവർ. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി മലക്കൻ നിസ്ഫുഹു മിനൻ നാരി വനിസ്ഫുഹു മിനസ് സൽജ്, അള്ളാഹുവിന് ഒരു മലക്കുണ്ട്, പകുതി തീയാണ്, പകുതി മഞ്ഞാണ്, തണുപ്പാണ്. യഖൂലു അല്ലാഹുമ്മ, എന്നിട്ട് അവർ പറയാണ് അല്ലാഹുമ്മ കമാ അല്ലഫ്ത ബൈന സൽജി വന്നാരി കദാലിക, പടച്ചോനെ ഇതാ ഒരു ശരീരം പകുതി മഞ്ഞും പകുതി തീയും ഈ രീതിയിൽ ആക്കിയതുപോലെ കദാലിക അല്ലിഫ് ബൈന ഖുലൂബി ഇബാദിക സ്വാലിഹീൻ, നിന്റെ നല്ലവരായ അടിമകളുടെ ഇടയിൽ നീ ഇതുപോലെ യോജിപ്പ് നൽകണേ. യോജിപ്പ് അത് ഭയങ്കര സൽക്കർമ്മമാണ്. യോജിച്ച് നിൽക്കുക, യോജിപ്പ് കണ്ടെത്തുക. നല്ല വിഷയം പഠിക്കുന്ന വലിയ ബിരുദധാരികളെ അല്ലെങ്കിൽ വലിയ വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ രണ്ട് ഗുരുനാഥന്മാരുടെ ശിഷ്യന്മാരാണ്. അവർ പരസ്പരം അവരുടെ ഗുരുനാഥന്മാരുടെ മഹത്വം പറയുന്ന സമയത്ത് അകൽച്ചയുള്ള രീതിയിൽ മഹത്വം പറയരുത്. പരസ്പരം
യോജിക്കാൻ പറ്റുന്ന തലത്തിലാണ് മഹത്വം പറയേണ്ടത്. അങ്ങനെ മഹത്വം പറയുമ്പോഴാണ് അത് നന്മയാകുന്നത്. അല്ലാതെ മത്സരിക്കാൻ വേണ്ടി മഹത്വം പറയുന്നത് അബദ്ധമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങൾ എന്നെ ആ മറ്റു ചില അമ്പിയാക്കളുടെ കക്ഷികൾ പരസ്പരം ഭിന്നിക്കാൻ വേണ്ടി അവരവരുടെ അമ്പിയാക്കളുടെ മഹത്വം പറഞ്ഞ് തർക്കിച്ചതുപോലെ നിങ്ങൾ എന്റെ മഹത്വം പറഞ്ഞ് തർക്കിക്കരുത്, എന്നിട്ട് ഭിന്നത ഉണ്ടാക്കരുത് പരസ്പരം. ഇപ്പൊ ഇസ്ലാമിന്റെ ശൈലി എന്താ? എല്ലാ അമ്പിയാക്കളും അലൈഹിസ്സലാം അലൈഹിസ്സലാം എന്ന് നമ്മൾ ബഹുമാനപൂർവ്വം സിദ്ധാബാദ് വിളിക്കുന്നു. അത് എല്ലാ അമ്പിയാക്കളെയും നമ്മൾ ബഹുമാനിക്കും. നമ്മളെല്ലാവരുടെ ആളാണ്. അങ്ങനെയാണ് ആകേണ്ടത്. അതാണ് ഇൽഫത്ത്, ഇണങ്ങുക. ഈ ഇണക്കമാണ് ഏറ്റവും വലിയ സൽക്കർമ്മം. ഒരാള് അള്ളാഹുവിന്റെ വഴിയിൽ ഒരു കൂട്ടുകാരനെ കണ്ടെത്തിയാൽ സ്വർഗത്തിൽ ഒരു പദവി കൂടും. അപ്പൊ ഒരു നല്ല മനുഷ്യനെ കാണുമ്പോൾ ഒരു നല്ല ബന്ധം സ്ഥാപിക്കുക, അയാളോട് നമ്പർ വാങ്ങുക, ഇടയ്ക്ക് ഒരു നല്ല മെസ്സേജ് അങ്ങോട്ട് കൊടുക്കുക, സഹായം ചോദിക്കുക, സഹായം നൽകുക. അങ്ങനെ സ്നേഹബന്ധം, അറിവുകൾ കൈമാറുക, അറിവുകൾ സ്വീകരിക്കുക. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഓരോ ദറജയും ആ സ്വർഗത്തിൽ കൂടിക്കൊണ്ടിരിക്കും. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, അൽ മുതഹാബ്ബൂന ഫില്ലാഹി അലാ അമൂദിൻ മിൻ യാഖൂതത്തിൻ ഹംറാഅ ഫീ റഅസിൽ അമൂദി 70,000 ഗുർഫത്തിൻ യുശ്രിഫൂന അലാ അഹ്ലിൽ ജന്നത്തി യുദീഉ ഹുസ്നുഹും ലി അഹ്ലിൽ ജന്ന കമാ തുദീഉ അശംസു ലി അഹ്ലിദ് ദുനിയ ഫയഖൂലു അഹ്ലുൽ ജന്ന انطلقوا بنا ننظر إلى المتحابين في الله فيضيء حسنهم لأهل الجنة كما تضيء الشمس عليهم ثياب سندس خضر مكتوب على جباههم المتحابون في الله. ما شاء الله. المتحابون في الله, അള്ളാഹുവിന്റെ വഴിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നവർ. അല അമൂദിൻ മിൻ യാഖൂതത്തിൻ ഹംറ, ചുവന്ന യാഖൂത്തത്ത്. ആ യാഖൂത്തത്ത് ഉയർന്ന വലിയൊരു യാഖൂത്തിന്റെ ഒരു ബിൽഡിംഗ്. ഫിറസിൽ അമൂദി 70,000 ഗുർഫ, അതിന്റെ ഏറ്റവും മേലെ 70,000 റൂമുകളുണ്ട്. മാഷാ അല്ലാഹ്, എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും അത്. യുശ്രിഫൂന അലാ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരെല്ലാം, സ്വർഗത്തിന്റെ അഹ്ലുകാരൊക്കെ ഇവരെ കാണും. ഇവരൊരു സൂപ്പർ പൊസിഷനിലാണ്. യുദീഉ ഹുസ്നുഹും ലി അഹ്ലിൽ ജന്ന, അതിന്റെ ബ്യൂട്ടി സ്വർഗത്തിലെ എല്ലാവരും അത് കാണും. ആ വെളിച്ചം എല്ലാവർക്കും കിട്ടും. കമാ തുദീഉ ശംസു ലി അഹ്ലിദ് ദുനിയ, ദുനിയാവിന്റെ വെളിച്ചം എല്ലാവർക്കും കിട്ടും പോലെ ഇവരെ വെളിച്ചം എല്ലാവർക്കും കിട്ടും. ഫയഖൂലു അഹ്ലുൽ ജന്ന, സ്വർഗത്തിലുള്ളവരൊക്കെ ചോദിക്കും, പറയും, ഇൻതുലിഖൂ ബിനാ, ഞങ്ങളെ കൂടെ കൂട്ടു. നൻദുറു ഇലൽ മുതഹാബ്ബീന ഫില്ല, ഞങ്ങളൊന്ന് കാണട്ടെ ആ ആൾക്കാർ ആരാണ്. ഫയുദീഉ ഹുസ്നുഹും ലി അഹ്ലിൽ ജന്നത്തി കമാ തുദീഉ ശംസു, സൂര്യന്റെ വെളിച്ചം എല്ലാവർക്കും കിട്ടുന്നത് പോലെ ഇവരെ വെളിച്ചം എല്ലാവർക്കും കിട്ടും. അലൈഹിം സിയാബു സുന്ദുസിൻ, അവർ ധരിച്ച വസ്ത്രം, മാഷാ അല്ലാഹ്, ഖുദുറുൻ മക്തൂബുൻ അലാ ജിബാഹിഹിം അൽ മുതഹാബ്ബൂന ഫില്ലാഹ്, ആ വസ്ത്രം തന്നെ നമ്പർ 1 കളറാണ്, അടിപൊളി കളറാണ്. എന്ന് മാത്രമല്ല, അവരുടെ നെറ്റിയിൽ നോക്കിയാൽ മനസ്സിലാകും, ഇവരാണ് അൽ മുതഹാബ്ബൂന ഫില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിൽ സ്നേഹം ഉള്ളവര് എന്ന് പറയുന്നവർ ഇവരാണ്. ഇവരൊരു ടീം തന്നെയാണ്, ഭയങ്കര സംഭവമാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇശാറത്തുൻ ഇല അന്ന മുജറദ ദാലിക മിൻ ഗൈരി മുവാഫഖത്തിൻ ഫീ ബഅദിൽ അഅമാലി ഔ കുല്ലിഹാ ലാ യൻഫഅ, ഇത് സൂചിപ്പിക്കേണ്ടതാണ് ഇവിടെ. വെറും ഇത് മാത്രമല്ല, അമലുകൾ ഉണ്ടാകണം. അമലുകൾ ഇല്ലാതെ വെറും സ്നേഹാണ്, ഭയങ്കര സ്നേഹാണ് എന്ന് പറയുന്നത് സ്നേഹമൊന്നുമല്ല. അത് തൽക്കാലം ഒരു വൈകാരികത മാത്രം. അമലും കൂടെ ഉണ്ടാകണം, ചെയ്യേണ്ട അമലുകൾ ചെയ്യണം, അപ്പോഴാണ് അത് ഉപകാരപ്പെടുന്നത്. ഷറത്തുനില എന്ന മുജറദാലിക്ക്, ഇത് മാത്രം ഉണ്ടായാൽ മിനോരി മുവാഫഖത്തിൻ ഫീ ബഅദിൽ അഅമാൽ, ആവശ്യമായ കുറച്ച് അമലൊന്നും ഇല്ലാതെ, കുല്ലിഹ അല്ലെങ്കിൽ ആവശ്യമായ മുഴുവൻ അമലും ഇല്ലാതെ ഇത് മാത്രം ലാ യൻഫഅ, വലിയ ഉപകാരമൊന്നുമില്ല. ഖാല അൽ-ഫുളൈൽ ഫീ ബഅദി കലാമിഹി, ഫുളൈൽ റളിയല്ലാഹു അൻഹു അവരുടെ ചില കലാമിൽ പറഞ്ഞു, തുരീദ്, എന്തൊരു സ്തുതിയാണ്. തുരീദു അൻ തസ്കുനൽ ഫിർദൗസ്
وتجاور الرحمن في داره مع النبيين والصديقين والشهداء والصالحين. നിനക്ക് സ്വർഗത്തിൽ കിടക്കണം, എന്നിട്ട് അമ്പിയാക്കൾ അള്ളാഹുവിനെ കാണണം, അവന്റെ അമ്പിയാക്കളെയും സുദ്ദീഖീങ്ങളെയും ശുഹദാ സ്വാലിഹീങ്ങളെയും ഒക്കെ കാണണം. ഈ അയ്യ അമലിൻ അമൽതഹു, നീ ഏത് അമലാണ് ചെയ്തിട്ടുള്ളത്? ഷഹുവത്തിൻ തറക്തഹ, ഏത് ഷഹുവത്താണ്, ഏത് താല്പര്യത്തെയാണ് നീ മാറ്റിവെച്ചിരിക്കുന്നത്? ഏതെങ്കിലും ഒരു താല്പര്യത്തെ നീ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കി മാറ്റിവെക്കാൻ പറ്റിയിട്ടുണ്ടോ? ഏത് ദേഷ്യത്തെയാണ് നീ അടക്കി ഒതുക്കി ഭരിച്ചത്? എനിക്ക് ആഖിറത്തിലെത്തണം എന്ന് കരുതിയതിന്റെ പേരിൽ ഏത് ദേഷ്യത്തെയാണ് നീ ജീവിതത്തിൽ മാറ്റിവെച്ചത്? ഏത് ബന്ധം മുറിച്ചതിനാണ് നീ എതിരിൽ ബന്ധം ചേർത്തിയത്? എവിടെയാ ഇത്? അങ്ങനെ ഒരു അനുഭവം നിനക്കുണ്ടോ? അങ്ങനെ പറയാനില്ലെങ്കിൽ നിനക്ക് പിന്നെ അത് പറയാനില്ലാതെ എന്താണ് പിന്നെ ഒരു പ്രത്യേകത പറയാനുള്ളത്? ഏത് ബന്ധമാണ് നീ ചേർത്തത്? ഏത് ബന്ധമാണ് നീ മോശമായതിന്റെ പേരിൽ മാറ്റിവെച്ചത്? ഏത് ദേഷ്യമാണ്? ഒരു ദേഷ്യം പിടിച്ചിട്ട് ഒതുക്കേണ്ട സമയത്ത് ഒതുക്കിയത് ഏതാ നിനക്കുള്ളത്? ഇങ്ങോട്ട് ബന്ധം മുറിക്കും, അങ്ങോട്ട് ബന്ധം ചേർത്തത് ഏതാ? നിന്റെ ഒരു സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ നീ ക്ഷമിച്ചത് എവിടെയാണുള്ളത്? ഏത് ഒരു അടുത്ത് നിൽക്കുന്ന ആളെയാണ് നീ അള്ളാഹുവിന്റെ വഴിയിൽ മാറ്റി നിർത്തേണ്ടി വന്നപ്പോ മാറ്റി നിർത്തിയത്? ഏത് ദൂരെയുള്ള ആളെയാണ് നീ അള്ളാഹുവിന്റെ വഴിയിൽ അടുപ്പിച്ചത്? എന്ന് പറഞ്ഞാൽ അയാൾ ദൂരെയാണെങ്കിലും ഞാൻ അള്ളാഹുവിന്റെ വഴിയിൽ അദ്ദേഹത്തോട് എപ്പോഴും ബന്ധം പുലർത്തിയിട്ടുണ്ട്. അങ്ങനെ നിനക്ക് എവിടെയാ ഉള്ളത്? അങ്ങനെ ഉണ്ടോ? അതാണ് അമല്. ഫൈലുള്ളാഹു ചോദിക്കുന്നതാണ്. ഏറ്റവും വലിയ അമല് എന്ന് പറയുന്ന ഇതൊക്കെയാണ്. ഇതാണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. വയുർവ, റിപ്പോർട്ടുകളിൽ കാണാമെന്ന് അല്ലാഹു തആല മൂസ അലൈഹിസ്സലാം, അൽ അമിൽത ലി അമലൻ ഖത്തു, എനിക്ക് വേണ്ടി നീ വല്ലതും ചെയ്തിട്ടുണ്ടോ മൂസ? നബിയോട് ചോദിക്കുകയാണ്. ഫഖാല ഇലാഹി ഇന്നി സ്വല്ലൈതു ലക വസുംതു വതസദ്ദഖതു വസക്കൈതു. പടച്ചോനെ, ഞാൻ നിസ്കരിക്കുന്ന നോമ്പുകൾക്ക് സദഖയും ഒക്കെ ചെയ്തിട്ടില്ലേ? ഫഖാല ഇന്ന സ്വലാത്ത ലക ബുർഹാൻ, നിസ്കാരം അത് നിങ്ങൾക്കുള്ള ബുർഹാനാണ്, നിങ്ങൾക്ക് ആഖിറത്തിൽ കിടക്കുമ്പോഴുള്ള പാസ്സാണ്. വസ്സൗമു ജുന്ന, നോമ്പ് നിങ്ങൾക്കുള്ള പരിചയാണ്. വസ്സദഖത്തു ളില്ലുൻ, സദഖ നിങ്ങൾക്കുള്ള തണലാണ്. വസ്സകാത്തു നൂറുൻ, നിങ്ങൾ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്കുള്ള നൂറാണ്, നിങ്ങൾക്ക് ആഖിറത്തിൽ എത്തുമ്പോൾ ആവശ്യമായ അത് പ്രഭയാണത്, ലൈറ്റ് ആണത്. ഫയ്യ അമലിൻ അമിൽത ലി, എനിക്ക് വേണ്ടി ചെയ്തത് എന്താ? അപ്പോ കാല മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, ചോദിച്ചു, ഇലാഹി പടച്ചോനെ, ദുല്ലനി അലാ അമലി ഹുവ ലക, ഞാൻ ഇനി നിനക്ക് വേണ്ടി ഏതാ ചെയ്യേണ്ടത് പറ. കാലം യാ മൂസ, ഓ മൂസാ നബിയെ, ഹൽ വാലൈത ലീ വലിയൻ ഖത്തു, എന്റെ വഴിയിലാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഒരാളോട് കൂട്ടുകൂടിയിട്ടുണ്ടോ? വൽ ആദൈത ഫിയ അദുവൻ ഖത്തു, അയാള് എന്റെ വഴിയിൽ അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരാളോട് മാറിയിട്ടുണ്ടോ? ഫഅലിമ മൂസ നബി അലൈഹി സ്വലാമിന് മനസ്സിലായി, അന്ന അഫ്ളൽ അഅമാലി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ളു ഫില്ലാഹ്, ഏറ്റവും വലിയ അമല് എന്ന് പറയുന്നത് അള്ളാന്റെ ആള് കൂടെ കൂടുക, അള്ളാഹുവിന്റെ ആളല്ലാത്തവരിൽ നിന്ന് മാറി നിൽക്കുക. അതാണ് അവിടെ ഉണ്ടാകേണ്ടത്. ഇവിടെയൊക്കെ പലതും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകും, ചില സംശയം. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാന സമയം ഉള്ള ഇന്ററാക്ഷൻ സമയത്ത് സംശയമുള്ളവർക്ക് അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് സംസാരിക്കാം. കുറച്ച് സമയം കൂടെ ഇത് കഴിഞ്ഞ് നമുക്ക് നിർത്താം. ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അന്ന റജുലൻ ഖാമ ബൈന റുക്നി വൽ മഖാമി യഅബുദുല്ലാഹ 70 സനതൻ ലബഅസഹു അല്ലാഹു യൗമൽ ഖിയാമത്തി മഅ മൻ യുഹിബ്ബു. ഒരാള് റുക്ന് മഖാം ഇബ്രാഹിമിന്റെയും റുക്നിന്റെ ഇടയില് നിസ്കരിച്ചു, ഇബാദത്ത് ചെയ്തു, 70 സനത്തൻ 70 കൊല്ലം. എന്നാൽ അള്ളാഹു ഖിയാമത്ത് നാളിൽ അവനെ സ്നേഹിക്കുന്നവരുടെ കൂടെ അദ്ദേഹത്തെ കൊണ്ടുവരുന്നതാണ്. ഹസൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസാറമത്തുൽ ഫാസിഖി ഖുർബാനുൻ ഇലല്ലാഹി,
ഒരു ഫാസുക്കിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു കളയുക, അവന്റെ എതിരിൽ നിൽക്കുക, അവന്റെ കൂടെ നിൽക്കാതിരിക്കുക. അത് അള്ളാഹുവിനോട് അടുക്കാനുള്ള മാർഗമാണ്. അപ്പോ ഒരു കൂട്ടുകൂടുന്നതിന്റെ, ഒരാളോട് സ്നേഹിക്കുന്നതിന്റെ, സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ, സ്നേഹബന്ധം പുലർത്തുന്നതിന്റെ മഹത്വം 70 കൊല്ലം ഇബാദത്ത് ചെയ്യുന്നത് പോലെ മഹത്വമാണ്. വെറും ഇബാദത്തല്ല, ഹറമിൽ വെച്ച് ഇബാദത്ത് ചെയ്യുന്നതിന്റെ മഹത്വമാണ്. മാഷാ അല്ലാഹ്. وقال رجل لمحمد بن واسع رضي الله عنه إني لأحبك في الله. മുഹമ്മദ് ബിൻ വാസിർ റളിയല്ലാഹു അൻഹുവോട് ഒരാൾ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിങ്ങളെ വല്ലാതെ സ്നേഹിക്കും. ഫഖാല ഉഹിബ്ബുക അല്ലദീ അഹ്ബബ്തനീ ലഹു. أحبك الذي أحببتني له ثم حول وجهه. നിങ്ങളുടെ സ്നേഹം, ആ സ്നേഹം അഹബ്ബക്കല്ലദീ അഹ്ബബ്തനീ ലഹു, നിങ്ങൾക്ക് ഹുബ്ബ് തന്നത് ആരാണ്? എന്നോട് ഹുബ്ബ് തോന്നിച്ചവനാണ് നിങ്ങൾക്ക് അഹബ്ബ് തന്നത്. എന്നിട്ടൊന്ന് മാറി നിന്നിട്ട് സുമ്മ ഹവ്വല വജ്ഹഹു, എന്നിട്ട് ദുആ ചെയ്തു, ഒന്ന് മാറി നിന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉഹബ്ബ ഫീക വ അൻത ലീ മുബ്ഗിദുൻ. പടച്ചോനെ, ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു, ചിലര് എന്നെ സ്നേഹിക്കുകയാണ്, നിന്റെ വഴിയിൽ എന്നെ സ്നേഹിക്കുന്നു, ഞാനാണെങ്കിൽ നിന്റെ എതിരിലുമായി പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥ ആക്കല്ലേ പടച്ചോനെ. എന്നെ ഇവര് സ്നേഹിക്കുന്നുണ്ട്, ഞാനാണെങ്കിൽ നിന്നിൽ നിന്നകന്ന ആളുമാണ്, അങ്ങനെ ഒരിക്കലും എന്നെ ആക്കല്ലേ എന്ന് ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ വാസിർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. ദഖല റജുലുൻ അലാ ദാവൂദ് ത്വാഇ. ദാവൂദ് ത്വാഇയുടെ അടുക്കൽ ഒരാൾ വന്നു. ഫഖാല ലഹു മാ ഹാജതുക്. എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ആവശ്യം? ഖാല സിയാറത്തുക്, നിങ്ങൾ സന്ദർശിക്കാൻ വന്നതാണ്. ഫഖാല അമ്മ അൻത ഫഖദ് അമിൽത ഖൈറൻ ഹീന സുർത. നിങ്ങൾ സന്ദർശിച്ച സമയം തന്നെ നിങ്ങൾ വലിയ അമലാണ് ചെയ്തത്. വലാകിൻ ഉൻദുർ, നിങ്ങൾ ചിന്തിക്കണം, മാദാ യൻസിലു ബി അന ഇദാ ഖീല ലി മൻ അൻത ഫതുസാർ അമിന الزുഹാദി അൻത ലാ വല്ലാഹി അമിന العباد അൻത ഉബാദി അൻത ലാ വല്ലാഹി അമിന الصالحين അൻത ലാ വല്ലാഹി ثم أقبل يوبخ نفسه ويقول كنت في الشبيبة فاسقا فلما شخت صرت مرائيا والله للمرائي شر من الفاسق. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ചിന്തിക്കണം, നിങ്ങൾ ആരാണ്? സന്ദർശിക്കപ്പെടാൻ മാത്രം നിങ്ങൾ ആരാണ്? നിങ്ങൾ സാഹിദീങ്ങളിൽപ്പെട്ട ആളാണോ? ആബിദീങ്ങളിൽപ്പെട്ട ആളാണോ? സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണോ? എന്നിട്ട് സ്വയം തന്നെ ആക്ഷേപിക്കുകയാണ്, പടച്ചോനെ, ഞാൻ ഒന്നുമില്ല, ഈ യുവത്വമുള്ള സമയത്ത് കയ്യിലൊരു അമലും ഇല്ലാത്തതിന് അവർ പറയുന്ന പ്രയോഗമാണ് ഫാസിഖ്. അവരുടെ പ്രയോഗം തെറ്റിദ്ധരിച്ചു പോകരുത്. അവരുടെ പ്രയോഗം, അവർക്ക് വലിയ അമല് ചെയ്യാൻ പറ്റാത്തപ്പോ അവർ പറയാം ഫാസിഖ് എന്നാണ് അവരെ പറ്റി പറയുന്നത്. അത് അവരുടെ ഒരു ഉപയോഗമാണ്. എന്നിട്ട് പറയാണ്, ഇപ്പൊ വലിയ ആളായപ്പോ ആൾക്കാരൊക്കെ കാണാൻ വരുന്നു എന്നുള്ള തോന്നലാണോ? മുറാഇ അല്ലേ, റിയാഇന്റെ ആളല്ലേ? വല്ലാഹിൽ മുറാഇ ശർറും മിനൽ ഫാസിഖ്. ഈ നേരത്തെ ഉള്ളതിനേക്കാളും പിന്നെയും മോശമാകുകയല്ലേ ചെയ്യുന്നത്. ആൾക്കാരൊക്കെ കാണാൻ വരാൻ മാത്രം ആളായിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിലും വലിയ മോശമല്ലേ മുറാഇ ആവുക, റിയാഇന്റെ ആളാവുക എന്ന് പറയുന്നത്. മാഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരുടെ മനസ്സാണ്. വഖാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഇദാ അസ്വാബ അഹദുക്കും ബുദ്ദം മിൻ അഖീഹി. നിങ്ങൾക്ക് ഒരാളോട് സ്നേഹം തോന്നിയാൽ ഫൽയൽതമിസ്ക ബിഹി ഫഖല്ലമാ യുസീബു ദാലിക്. നിങ്ങൾ എന്ത് ചെയ്യണം? യതമസ്സക് ബിഹി. നിങ്ങൾക്ക് ഒരാളോട് സ്നേഹം തോന്നിയാൽ ആ സ്നേഹം നിങ്ങൾ നിലനിർത്തണം.
കാരണം കുറച്ചേ അങ്ങനെ ഒരു സ്നേഹം തോന്നുള്ളൂ. നല്ല സ്നേഹം തോന്നുക എന്ന് പറയുന്നത് കുറച്ചേ ഉണ്ടാകും. അതുകൊണ്ട് അത്തരം നല്ല സ്നേഹങ്ങൾ ഉണ്ടായാൽ പിന്നെ അത് മുറുകെ പിടിക്കണം, അത് മുന്നോട്ട് കൊണ്ടുപോകണം. മനസ്സിലൊരു സ്നേഹം തോന്നുക എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആലമുൽ അർവാഹിൽ വെച്ച് തന്നെ നന്മയുടെ പേരിൽ കണക്ട് ചെയ്ത് വെച്ച കണക്ഷനാണ്. ആ ബന്ധം കിട്ടിയാൽ പിന്നെ അത് ഖൈറായ വഴിയിൽ ധാരാളം ഉപയോഗപ്പെടുത്തും. നമ്മളെ അസാത്തിദ്, നമ്മുടെ ഉസ്താദുമാർ, നമ്മളെ മശായിഖുമാർ, നമ്മളെ സ്വാലിഹീങ്ങളായ നല്ല 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 ബന്ധങ്ങൾ, അത്തരം ബന്ധങ്ങളെ എപ്പോഴും എന്ത് ചെയ്യണം? നല്ല വഴിയിൽ വളർത്തണം, അത് മുറുകെ പിടിക്കണം. അള്ളാഹു നമുക്ക് നല്ലതിനെപ്പോഴും തൗഫീഖ് നൽകുമാറാകട്ടെ. ഖാല മുജാഹിദുൻ റളിയല്ലാഹു അൻഹു പറയാൻ, അൽ മുതഹാബ്ബൂന ഫില്ലാഹി ഇദാ ഇൽതഖൗ إذا التقوا فكسر بعضهم إلى بعض تتحات عنهم الخطايا فشكر بعضهم إلى بعض. അതിൽ മറ്റു നുസ്ഖ ഒന്ന് നോക്കായിരുന്നില്ല, എന്നോട് മറന്നുപോയി. تتحات عنهم الخطايا كما يتحات ورق الشجر في الشتاء إذا يبس. അതിന്റെ ആ ലഫ്ദിനെ കുറിച്ച് ചെറിയൊരു സംശയം ഉണ്ടെന്നാലും ബാക്കി ഭാഗം ആശയം പറയാം. അള്ളാഹുവിന്റെ വഴിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നവർ, അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ അവർക്കത് ഭയങ്കര സന്തോഷാണ്. അങ്ങനെ പരസ്പരം കണ്ടുമുട്ടി സന്തോഷിക്കുന്നത് അവരുടെ തെറ്റുകൾ കൊഴിഞ്ഞു വീണുപോകും. ഒരു ഉണങ്ങിയ ഭയങ്കര തണുപ്പുള്ള പ്രദേശത്ത് തണുപ്പ് കാലത്ത് വൃക്ഷത്തിലെ ഇലകളൊക്കെ ഉണങ്ങി വീണുപോകും, ഒറ്റ ഇലയുണ്ടാകൂല. ഇതുപോലെ എല്ലാ തെറ്റുകളും ഇങ്ങനെ ഉണങ്ങി വീണുപോകും. സ്നേഹത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഖാലൽ ഫുളൈൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നദുറുർ റജുലി ഇലാ വജ്ഹി അഖീഹി അലൽ മവദ്ദത്തി വറഹ്മത്തി ഇബാദത്തുൻ. ഒരാളോ മുഖത്തേക്ക് കാരുണ്യത്തോടെ അതുപോലെ സ്നേഹത്തോടെ നോക്കുന്നത് ഇബാദത്താണ്. അപ്പോ അത് വലിയ അമലാണ്, വലിയ ഫളിലാണ്. അള്ളാഹു ഈ ചിന്ത ജീവിതത്തിൽ ധാരാളമായി വളർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം തുടർന്നുള്ള സമയത്തും നമുക്ക് ചർച്ചയിൽ കൊണ്ടുവരാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും ഇതുപോലെ 6 മണിക്ക് ലൈവായിട്ട് ക്ലാസ് നമ്മളെ ഹാപ്പി സോണിന്റെ ഭാഗമായി, ഹാപ്പി സോണിൽ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഇടങ്ങളിലായി ധാരാളം പേരുണ്ട്. അവർക്കെല്ലാം ഒരു സ്നേഹോപഹാരം എന്ന രീതിയിൽ ഇത്തരം ഒരു ഇജ്തിമാ, ഒരു സംഗമം എല്ലാ ആഴ്ചയിലും ഉണ്ടാകുന്നത് അതൊരു ഉപകാരമാണ്, ഒരു സന്തോഷമാണ്. ഈ സെഷന് റെക്കോർഡിൽ നൽകുന്നു, മറ്റുള്ളവർക്ക് കൂടി ലൈവിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് കൂടി കേൾക്കാൻ വേണ്ടി. ഇൻഷാ അല്ലാഹ് ഈ ലൈവിന് ശേഷമുള്ള ഒരു കുറച്ച് സമയം ആവശ്യക്കാർക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ സംശയങ്ങൾ സംസാരിക്കാം. അറിയാത്തത് തീർത്തു കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. പിന്നെ പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ളത് പഠിക്കുകയും ചെയ്യാം.